പലതരം ഹൽവകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഹൽവ ഇത് ആദ്യമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം കോക്കനട്ട് ഹൽവ. അപ്പം നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ. ഞാൻ അത്യാവശ്യം ഒരു വലിയ തേങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ബ്രൗൺ ഷെയ്ഡും കൂടി നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മിക്സർ ജാറിൽ പെട്ടെന്നൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് തേങ്ങ അരിഞ്ഞ് നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പൊ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു അരിപ്പയിലേക്ക് ഒരു കോട്ടൺ ടവൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയുടെ പൊടി ഒട്ടും നമ്മുടെ പാലിൽ വീഴാതിരിക്കാനാണ്. ഇനി നമുക്കൊന്ന് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പൊ നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഞാനൊരു 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ മൊത്തത്തിൽ നമുക്ക് 3 കപ്പ് വേണം. അതിനുശേഷം ഒരു 75 ഗ്രാം അവലും കൂടി പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വെള്ള അവലോ ഇഷ്ടമുള്ള അവലം എടുക്കാം. ഇനി നമുക്ക് ശർക്കര പാനി വേണം കേട്ടോ. അപ്പൊ 250 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പൊ വേസ്റ്റ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഹൽവ ഉണ്ടാക്കുന്ന പാൻ അടുപ്പി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കാമേ. അപ്പൊ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ പാലിന്റെ അവളുടെ മിക്സും കൂടെ ചേർത്തിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ മറന്നു പോകരുത്. തീ ഒട്ടും കൂട്ടാൻ പാടില്ല കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഹൽവ നന്നായിട്ട് കുറുകി വരും കേട്ടോ. വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാപ്പാലിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ. ആ സമയം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. പിന്നെ ഞാനൊരു ഡ്രേ ആണെങ്കിൽ നമ്മുടെ നെയ്യൊക്കെ പുരട്ടി ഒരു ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹൽവ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ ഹൽവയുടെ റെഡി ആയിട്ട് അപ്പൊ നമ്മുടെ ഡ്രൈയിലേക്ക് ഇങ്ങനെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് അത് നന്നായിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പൊ ഏകദേശം ഒരു 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് തണുത്ത് കിട്ടും. ഞാൻ എന്തായാലും ഇവിടെ ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്തില്ല കേട്ടോ. നമ്മുടെ ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മുടെ ഹൽവയിലേക്ക് വെക്കുമ്പോഴേ നമ്മുടെ കത്തി നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ഹൽവയാണ്. അതുപോലെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കുട്ടീസിനും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.